heart, listen to your inner voice, stop caring about what others think. നമ്മളെപ്പോഴും നമ്മളെക്കാൾ കൂടുതൽ കെയർ ചെയ്യുന്നത് മറ്റുള്ളവരെയാണ്. അവരെന്ത് പറയും, അവരെന്ത് ചിന്തിക്കും, ഇതൊക്കെ ആലോചിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും. അങ്ങനെ വരുന്ന സമയത്താണ് നമ്മുടെ കാര്യങ്ങളെല്ലാം കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ ആവുന്നതും നമുക്ക് നമ്മളോടുള്ള ആ ഒരു ഹോപ്പ് ലൂസ് ചെയ്യുന്നതും. സോ മറ്റുള്ളവർ എന്ത് തിങ്ക് ചെയ്യും എന്നുള്ളത് നമ്മൾ കെയർ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് തോന്നുന്നോ ഡു ഇറ്റ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ഡേ. ഫ്രഷ് വൈബ്സ്, സ്റ്റാർട്ട് ഫ്രഷ്, ഫീൽ ഫ്രഷ്. Hi, good morning. I am Sharath again. നമ്മൾ ഇന്ന് ആബ് വർക്കൗട്ട് 6-pack ലെവൽ വർക്കൗട്ടിൻ്റെ ഒരു 2-3 സെഗ്മെൻ്റ് ആണ് കാണിക്കാൻ പോകുന്നത്. അബ്ഡോമിനൽ സ്ട്രെങ്തനിങ് എക്സസൈസസ്. ആബ് ലെവൽ എക്സസൈസ് വളരെ സപ്പോർട്ടീവാണ്. നമുക്ക് വരുന്ന ഓരോ ഇഷ്യൂസിനും, നടുവേന പോലത്തെ പ്രോബ്ലംസിൻ്റെ 100% നടുവേന വരാനുള്ള കാരണം നമ്മൾ അബ്ഡോമിനൽ മസിൽ വീക്ക് ആകുമ്പോഴാണ്. അതുപോലെ ഹെർണിയ, ബ്ലീഡിങ്, അതുപോലെ യൂട്രസ് വാൾ ഇറങ്ങിപ്പോകുന്ന പ്രശ്നങ്ങൾ, മൂത്രം ഒഴിച്ചു പോകുന്ന പ്രശ്നങ്ങൾ, ലേഡീസിൽ കാണുന്ന കുറേ ഇഷ്യൂസിനൊക്കെ കാരണം അബ്ഡോമിനൽ മസിൽ വീക്ക് ആവുന്നതുകൊണ്ടാണ്. അബ്ഡോമിനൽ മസിൽസ് സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസിനൊക്കെ ഒരു നല്ലൊരു റെമഡിയാണ്. നേരത്തെ പറഞ്ഞ പോലെ എക്സസൈസ് എപ്പോഴും ഒരു പ്രിവെൻറ്റീവ് മെഡിസിനാണ്. നമുക്ക് ചില പ്രശ്നങ്ങൾ വരുന്നതിനെ നമുക്ക് തടയാൻ പറ്റും. അബ്ഡോമിനൽ നമ്മൾ പൊതുവേ പറയും നടുവിട മസിലിൻ്റെ വീക്ക്നെസ് കൊണ്ടാണ് നടുവേദന വരുന്നതൊക്കെ. അതിൽ കുറേയൊരു ശതമാനം നോക്കുവാണെങ്കിൽ അബ്ഡോമിനൽ മസിലിൻ്റെ വീക്ക്നെസ് കൊണ്ടാണ് നമുക്ക് നടുവേദന വരുന്നത്. കാരണം ഒന്ന് മണങ്ങി ഒരു സാധനം ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും പുള്ള് ചെയ്യണമെങ്കിൽ, പുഷ് ചെയ്യണമെങ്കിൽ കൂടുതലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളെ ആബ് മസിൽസാണ്. ടമ്മി ഫാറ്റ്സ് ഒഴിവാവണമെങ്കിൽ എക്സസൈസ് മാത്രം പോരാ, ഡയറ്റ് ഒരു വലിയ വിഷയമാണ്. നമ്മൾ എന്ത് കഴിക്കുന്നതിൻ്റെയും ഹൈ ലെവൽ കലോറീസ് പോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നത് നമ്മളെ അബ്ഡോമിനലാണ്. കാരണം വലിയൊരു ടമ്മി, കുറേ ഡെപ്പോസിഷൻ ഓഫ് ഫാറ്റ്സ്, ഇതൊക്കെ വാഷ് ഔട്ട് ചെയ്യണമെങ്കിൽ എക്സസൈസ്, അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഡയറ്റ് വേണം. 1200 calories to 1500 calories ഒരു ദിവസം എടുക്കേണ്ട സ്ഥലത്ത് നമ്മളെ ആവറേജ് മലയാളികൾ എടുക്കുന്നത് 3000 തൊട്ട് 4000 കലോറി, അല്ല 2000 തൊട്ട് 3000 കലോറീസ് ഒരു ഡേ ഫുഡിലുണ്ട്. അതിൽ നമ്മൾ ഹാർഡ്ലി ഒരു വർക്കൗട്ട് ചെയ്താൽ 500 calories ആണ് ബേൺ ചെയ്യുന്നത്. പിന്നെ ബാക്കി നമ്മളെ ബോഡിയിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കിടക്കുകയാണ് നമ്മൾ ഡെയിലി യൂട്ടിലൈസേഷന് ശേഷം. കാരണം അങ്ങനെയുള്ള ഫാറ്റ് ബേൺ ആവണമെങ്കിൽ 100% നമ്മളുടെ കാലറി ഇൻടേക്ക് കൗണ്ട് ചെയ്ത് അതിനെ റെഡ്യൂസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അബ്ഡോമിനൽ ഫാറ്റ് ഇപ്പം ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരുവിധം ആൾക്കാർ, അല്ലെങ്കിൽ ഡെയിലി വർഷങ്ങളായിട്ട് എക്സസൈസ് ചെയ്യുന്നവരൊക്കെ പറയുന്നു തടിയൊക്കെ കുറഞ്ഞു, ശരീരം നല്ല ഫിറ്റായി, പക്ഷേ വയറ് കുറയുന്നില്ല, വയറിന് ഒരു മാറ്റമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ ഫുഡ് സ്റ്റൈൽ ഒരിക്കലും മാറുന്നില്ല. അത് മാറാത്തടത്തോളം കാലം വലിയൊരു ബുദ്ധിമുട്ടാണ്. കാരണം എക്സസൈസ് അതിനെ സപ്പോർട്ട് ചെയ്യും, അതിൻ്റെ കൂടെ നിങ്ങളുടെ ഡയറ്റും നിങ്ങൾ ഫോളോ ചെയ്തേ പറ്റൂ. സോ ഇന്ന് കാണിക്കാൻ പോകുന്ന ഈ ഒരു എക്സസൈസ് നമുക്ക് കാണാം. ഇന്ന് നമ്മൾ ഒരു പുതിയ 3 എക്സസൈസാണ് ആബ്സിന് വേണ്ടിയിട്ടുള്ള. അതിലൊന്ന് കിക്ക് ക്രോസ് ക്രഞ്ച് എന്ന് പറഞ്ഞ പുതിയൊരു എക്സസൈസാണ്. ആദ്യം റൈറ്റ് ലെഗ് മടക്കി വെക്കുക, റൈറ്റ് കൈ എടുത്തിട്ട് തലയുടെ പുറകിൽ വെക്കുക, മറ്റേ കൈ അവിടെ റെസ്റ്റ് ചെയ്യുക, കാല് ലിഫ്റ്റ് ചെയ്യുക. അതേ സമയത്ത് ഈ എൽബോ ജോയിൻറ്റ് നീയിലേക്ക് കൊണ്ടുവരിക. ഗോ ഡൗൺ, മുകളിലോട്ട് വരുമ്പം ബ്രീത്ത് ഔട്ട്, താഴെ വയ്ക്കുമ്പോൾ ബ്രീത്ത് ഔട്ട്, breathe out, breathe in, down, 2, 3, 4, 15, 18, 19, 20, down. കാല് മാറ്റുക, ലെഫ്റ്റ് ലെഗ് മടക്കി വെക്കുക, റൈറ്റ് കൈ തലയുടെ പുറകിൽ വെച്ചിട്ട് ക്രഞ്ച് ചെയ്യുക. സ്റ്റാർട്ട്. ഈ കാല് ആ കാല് മടക്കി വെക്കുക, ഈ കാല് ലിഫ്റ്റ് ചെയ്യുക. സ്റ്റാർട്ട്. ക്രഞ്ച്. 1, 2, 3,
on 18, 19, 20. Around 20 repetition, 20 numbers. രണ്ട് കാല് മാറി മാറി 20 numbers ചെയ്യുക. രണ്ട് കൈയും ബട്ട്സിൻ്റെ ഡൗണിൽ വെക്കുക. രണ്ട് കാലും ലിഫ്റ്റ് ചെയ്ത് ഒരു 60 degree ഹോൾഡ് ചെയ്ത് വെക്കുക. യെസ്, കൗണ്ട് ഫോർ 20 counts. 1, 2, 3, 4, 5. യെസ്, 18, 19, 20. ഡൗൺ. നെക്സ്റ്റ് ഇസ് റിങ്കിൾ ക്രഞ്ച്. രണ്ട് കാലും മടക്കി കാലുടെ പാദം നമ്മളിങ്ങനെ മുട്ടിച്ച് വെക്കുക. രണ്ട് കൈ എടുത്ത് തലയുടെ പുറകിൽ വെച്ചിട്ട് സെയിം റൈറ്റ് എൽബോ ടു റൈറ്റ് നീ, ലെഫ്റ്റ് എൽബോ ലെഫ്റ്റ് നീന് മുട്ടിക്കുക. യെസ്, 1, 2, 3, 4, 5. യെസ്, കം ഓൺ. 18, 19, 20. റിലാക്സ്. നമ്മൾ സൈഡ് അബ്ഡോമിന് വേണ്ടിയിട്ട് നല്ല എഫക്റ്റീവായി ചെയ്യും. അതുപോലെ 6 pack ലെവലിൽ എക്സസൈസ് വർക്കൗട്ട് ചെയ്യുന്നവർക്ക് നല്ലൊരു വർക്കൗട്ടാണ്. ഗോ ഡൗൺ, തിരിച്ചു പോവുക. നമ്മൾ ആസ് യൂഷ്വൽ പ്ലാങ്ക് നല്ലൊരു ബെസ്റ്റ് എക്സസൈസ്. പ്ലാങ്ക് കോർ മസിൽസിനൊക്കെ വർക്കൗട്ട് ചെയ്യുന്നതാണ്. നമ്മൾ അപ്പർ ബോഡി, ആപ്സ്, ബാക്ക്, അതുപോലെ തന്നെ കാഫ് മസിൽ വരെ നല്ല വർക്കൗട്ട് തരുന്നതാണ്. നമ്മുടെ ബോഡി പോസ്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ഇങ്ങനെ ഷ്രിങ്ക് ചെയ്ത് നിൽക്കുന്നത്, നമ്മളുടെ ബാക്ക് പെയിൻ, ഇതിനൊക്കെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു എക്സസൈസാണ് പ്ലാങ്ക്. ഇഞ്ചുറീസ് ഒന്നുമില്ല, വളരെ സുഖമായി വീട്ടിൽ നിന്ന് ചെയ്യാവുന്നൊരു വർക്കൗട്ടാണ്. യെസ്, 18, 19, 20. ഗോ ഡൗൺ. നമ്മൾ ഒന്ന് തിരിഞ്ഞു വരും. ഇപ്പം ഈ ഒരു കാല് രണ്ടും പൊക്കി ഹോൾഡ് ചെയ്ത് പിടിക്കും. ഈ വർക്കൗട്ട് നമ്മൾ ബാക്ക് പെയിൻ പോലത്തെ പ്രശ്നങ്ങൾക്ക്, അതുപോലെ ലോഡാണ് യൂട്രൈൻ പ്രോബ്ലംസ്, ഈ മൂത്രം ഒഴിച്ചു പോവുക, അല്ലെങ്കിൽ ഓവറായിട്ടുള്ള ബ്ലീഡിങ്, പിന്നെ യൂട്രസ് ഇറങ്ങിപ്പോകുന്ന പ്രോബ്ലം, ഹെർണിയ പോലത്തെ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള കുറേ ഹെൽത്ത് ഇഷ്യൂസിനും നമ്മൾ അബ്ഡോമിനൽ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലംസിനൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, കുറേയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. കാരണം അങ്ങനെ സപ്പോർട്ടീവായിട്ടുള്ള എക്സസൈസാണ്. നമ്മൾ രണ്ട് കൈയും ബട്ടക്സിൻ്റെ അടിയിൽ വെച്ചിട്ട് രണ്ട് കാലിനെയും പൊക്കി 60 degree ഹോൾഡ് ചെയ്ത് ഒരു 20 counts ഹോൾഡ് ചെയ്യുക. ഗോ ഡൗൺ അഗെയിൻ. അതൊരു റിപ്പീറ്റ് ചെയ്യുക. 10 to 20 സെറ്റ്സ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അബ്ഡോമിനൽ മസിൽസിനെ നല്ലോണം ടൈറ്റൻ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ പറഞ്ഞ അസുഖങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസും നമുക്കൊരു 80% വരെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. താങ്ക് യു. വർക്കൗട്ടിലൂടെ നമ്മുടെ ബോഡി ഫിറ്റ് ആയിട്ടിരിക്കുക മാത്രമല്ല, നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് ഒരു പരിധി വരെ നമുക്കിത് ഇല്ലാതാക്കാൻ പറ്റും എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് അബ്ഡോമിനൽ മസിൽസ് സ്ട്രെങ്ത് ചെയ്യാനുള്ള കുറച്ച് എക്സസൈസസ് ആണ് നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. ഇനിയും കൂടുതൽ ടിപ്സുമായിട്ട് നമുക്ക് ഫ്രഷ് വൈബ്സിലൂടെ വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ. ഇറ്റ്സ് മീ ഐശ്വര്യ. ഫ്രഷ് വൈബ്സ്, സ്റ്റാർട്ട് ഫ്രഷ്, ഫീൽ ഫ്രഷ്.